നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ആഗോള ഊർജ്ജ പ്രതിസന്ധിയും ഇന്ത്യയിലെ ആരോഗ്യ രംഗത്തേക്കും നിശബ്ദമായി കടന്നുകയറുകയാണ്. സാധാരണ ജനങ്ങൾക്ക് വളരെ സാധാരണമായ മെഡിക്കൽ ഉപകരണങ്ങളായ സിറിഞ്ചുകളും IV ബാഗുകളും പോലും അടുത്ത ദിവസങ്ങളിൽ വില കൂടാനിടയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ഉയരുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധവും ആഭ്യന്തര വിപണിയിലെ ഊർജ്ജ പ്രതിസന്ധിയും ഇന്ത്യയിലെ മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കും. സിറിഞ്ചുകൾ, IV ബാഗുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ പോളിപ്രൊപ്പിലിൻ എന്ന അസംസ്കൃത വസ്തുവിന് കിലോയ്ക്ക് 55 രൂപയിലധികമാണ് ഡിസംബർ മുതൽ വർദ്ധിച്ചത്. കോവിഡ് കാലത്തുണ്ടായതിനേക്കാൾ വലിയ വിലക്കയറ്റമാണിതെന്നാണ് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പിന്നാലെ ഇന്ധന ലഭ്യത കുറവ് കൂടിയായതോടെ വ്യവസായം ഇരട്ടി പ്രഹരമാണ് നേരിടുന്നത്. കോവിഡ് കാലത്തേക്കാൾ വേഗത്തിൽ ഉയരുന്ന ഈ വില വർധന ആരോഗ്യ രംഗത്തിന് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. മെഡിക്കൽ ഉപകരണ നിർമ്മാണ മേഖലയിലെ 90% ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. ഇതിനാൽ തന്നെ നിലവിലെ സാഹചര്യം ഈ മേഖലയുടെ നട്ടെല്ലൊടിക്കുന്നതാണ് എന്നതാണ് വാസ്തവം. അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവിന് പുറമെ അദാനി ടോട്ടൽ ഗ്യാസ് ഇന്ധന വിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റൊരു പ്രശ്നവും ശക്തമാവുകയാണ് ഇന്ധന പ്രതിസന്ധി. ഗ്യാസ് വിതരണം നിയന്ത്രിച്ചതിനാൽ പല മെഡിക്കൽ ഉപകരണ നിർമ്മാണ യൂണിറ്റുകൾക്കും ആവശ്യമായ ഇന്ധനം ലഭിക്കുന്നില്ല. ചില കമ്പനികൾക്ക് കരാറിൽ നൽകിയിരിക്കുന്ന ഗ്യാസിന്റെ 40% മാത്രമേ ഇപ്പോൾ ലഭിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. ഇതോടെ ഉൽപാദനം കുറയാനും ചില ഫാക്ടറികൾ പ്രവർത്തനം ചുരുക്കാനും സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരത കാരണം വിദേശ വിതരണക്കാർ ഇന്ധന ലഭ്യത കുറച്ചതാണ് അദാനി ഗ്യാസിനെയും നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചത്. വീടുകൾക്കും പൊതുഗതാഗതത്തിനും മുൻഗണന നൽകാനുള്ള സർക്കാർ ഉത്തരവ് വ്യവസായ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ മെഡിക്കൽ ഉപകരണ ആവശ്യങ്ങളിൽ 70 മുതൽ 80% വരെ ഇപ്പോഴും ഇറക്കുമതിയാണ് ആശ്രയിക്കുന്നത്. അത്യാധുനിക ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കുമായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് ഇത്തരം ആഗോള പ്രതിസന്ധികളിൽ ഇന്ത്യയെ തളർത്തുന്നു. മിഡിൽ ഈസ്റ്റ് വഴിയുള്ള കപ്പൽ ഗതാഗത തടസ്സവും ചരക്കുകൂലി വർധനവും കാരണം വിദേശത്തു നിന്നുള്ള ഉപകരണങ്ങൾ എത്തുന്നതിലും കാലതാമസം നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായും ഡിസ്പോസിബിൾ സാധനങ്ങളാണ് നിർമ്മിക്കുന്നത്. എന്നാൽ വലിയ മെഡിക്കൽ മെഷീനുകൾക്കായി ഇപ്പോഴും വിദേശ വിപണികളെ തന്നെ ആശ്രയിക്കേണ്ട ഗതികേടും ഇന്ത്യക്കുണ്ട്. ഇതിന്റെ പ്രതിഫലം ഒടുവിൽ ആശുപത്രികളിലും രോഗികളിലും തന്നെ പ്രത്യക്ഷപ്പെടുമെന്നതാണ് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. മെഡിക്കൽ ഉപകരണങ്ങളുടെ വില കൂടുമ്പോൾ ചികിത്സാ ചെലവും അതിനോടൊപ്പം തന്നെ ഉയരും. 2030 $5000 കോടി മൂല്യമുള്ള മെഡിക്കൽ ഉപകരണ വിപണി എന്ന ഇന്ത്യയുടെ ലക്ഷ്യവും ഇത്തരം പ്രതിസന്ധികൾ കാരണം വെല്ലുവിളി നേരിടുകയാണ്. വിദഗ്ധർ പറയുന്നത് വ്യക്തമാണ്. ഇറക്കുമതി ആശ്രയം കുറച്ച് ആഭ്യന്തര ഉൽപാദനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ഇന്ത്യക്ക് ഇത്തരം ആഗോള പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയൂ. യുദ്ധം എവിടെയായാലും അതിന്റെ പ്രത്യാഘാതം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമെന്നതിന് ഇതൊരു ശക്തമായ ഉദാഹരണമാവുകയാണ്. ആയുധങ്ങളുടെ ശബ്ദം ദൂരെയായാലും അതിന്റെ പ്രതിധ്വനി ആശുപത്രികളിലും രോഗികളുടെ ചികിത്സാ ചെലവിലും കേൾക്കാൻ തുടങ്ങുകയാണ്.